ചുവപ്പിൽ നിന്ന് കാവിയിലേക്ക് എത്ര ദൂരം? കാരണം എല്ലാവരും പറയാറുണ്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് എന്നൊക്കെ പറയാറുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ഇടതുപക്ഷ മനസ്സുണ്ടോ കേരളത്തിന്? കാരണം കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി കൂടി പോയ ഒരു 25% ഉണ്ടാവും. 75% CPM വിരുദ്ധരാണ്. എന്നിട്ടും ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ സാംസ്കാരിക നായരും ഒക്കെ കേരളത്തിൻ്റെ ഇടതു മനസ്സ് എന്നൊക്കെ പറഞ്ഞൊരു തള്ളലുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 46% വോട്ട് ഷെയറാണ് LDFന്. CPMൻ്റെ മാത്രമല്ല, CPMൻ്റെ കൂടെയുള്ള CPI, പിന്നെ കണ്ട ആ മുന്നണി, ഈ പാർട്ടി എല്ലാം കൂടെ ചേർന്നുള്ള മുന്നണിക്ക് 46% വോട്ട് കിട്ടി. ഇത്തവണ എക്സിറ്റ് പോൾ ഫലം പറയുന്നു, കൃത്യമായ കണക്ക് 4-ാം തീയതി നമുക്കറിയാവുള്ളൂ. പക്ഷേ CPMന് ഇത്തവണ അത് 29%. LDFൻ്റെ വോട്ട് ഷെയർ കുറയും. 14%, 15% ഉണ്ടായിരുന്ന BJP 27% വോട്ടുകൾ കേരളത്തിൽ നേടും. വലിയ നമ്പറാണ് 27%. 27% ഒരു 30%-ലേക്കൊക്കെ BJPയുടെ വോട്ട് വർദ്ധിച്ചു വന്നാൽ ഒരുപക്ഷെ കേരളത്തിൽ ഡസൻ കണക്കിന് സീറ്റുകൾ BJPക്ക് നേടാൻ കഴിയുന്ന ഒരു ഫിഗറാണ് 30% എന്ന് പറയുന്നത്. പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് 30% വോട്ട് ഷെയർ കിട്ടുന്ന പാർട്ടികൾക്ക് കിട്ടുന്ന, അവർ ഗ്രാബ് ചെയ്യുന്ന നിയമസഭാ സീറ്റുകളുടെ കണക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് 46% ഉണ്ടായിരുന്ന CPMൻ്റെ LDFൻ്റെ വോട്ട് ഷെയർ 29% വീഴുന്നു. അപ്പോൾ ബാക്കി വോട്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്? CPMൻ്റെ വോട്ടുകൾ, LDFൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നുണ്ടോ? നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് വലിയ തോതിൽ BJPയിലേക്ക് ഒഴുക്ക്. പക്ഷേ കേരളത്തിൽ ഇൻടാക്റ്റായിട്ട് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിൽക്കുകയും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ BJPയായി മാറുകയും ചെയ്യുന്നു. ചുവപ്പ് കാവിയാവുകയാണോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. അത് നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള അനാലിസിസിൽ എത്തിച്ചേരാനായിട്ട് കഴിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള വോട്ട് ഷെയറും സംഭവങ്ങളൊക്കെ വന്ന് 4-ാം തീയതിക്ക് ശേഷം നമുക്കങ്ങനെ നിർവഹിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇതൊരു സൂചനയായിട്ട് കണക്കാക്കി നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. കാരണം എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതുവരെ തെറ്റുകയോ ശരിയാവുകയോ ചെയ്യുകയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതൊരു പ്രവചനമാണ്. ആ പ്രവചനം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു സൂചികതയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സിറ്റ് പോൾ എടുത്തില്ലെങ്കിലും എൻ്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഞാൻ കണക്കാക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. സമീപകാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടിയും CPM ആണ്. ഒരു തർക്കമില്ല. പക്ഷേ അതുകൊണ്ട് പാർട്ടിക്കകത്ത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കൊക്കെ മുൻപത്തേക്കാൾ കൂടുതൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട, എന്തിനു പേര് പറയാതിരിക്കണം, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കയറി വരുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള മുന്തിയ പരിഗണന എന്ന പേരിൽ അവരൊക്കെ കണ്ണായ സ്ഥാനങ്ങളിലൊക്കെ അവരോധിക്കപ്പെടുകയാണ്. പാർട്ടിക്കകത്തുള്ള ഹിന്ദു സഖാക്കൾക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതി പതുക്കെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് വിഷയം വന്നാലും മുസ്ലിങ്ങളുടെ പക്ഷത്താണ് CPM എന്നുള്ളൊരു ഇമേജ് ഹിന്ദു വിഭാഗങ്ങളിൽ വ്യാപകമായി വന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ CPM എന്നുള്ള ഹിന്ദു പാർട്ടിയിൽ നിന്ന് ആളുകൾ യഥാർത്ഥ ഹിന്ദു പാർട്ടിയിലേക്ക് മാറുമോ? അല്ല, അത് അങ്ങനെ സംഭവിച്ചാൽ അത് CPMൻ്റെ ഒരു വലിയ രാഷ്ട്രീയ പരാജയമായിട്ടാണ് ഞാൻ വിലയിരുത്തുകയുള്ളൂ. കാരണം പലപ്പോഴും വിമർശകർ ഇപ്പോൾ പറയാറുണ്ട് CPIM എന്ന് പറഞ്ഞതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനിക്കുന്നതിൽ കൂടുതൽ BJPക്കാരായിരിക്കും അത് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ടുള്ള അവസരം അവർ സൃഷ്ടിക്കുകയും മുസ്ലിം ജനവിഭാഗത്തെ പ്രീണിപ്പിച്ച് പാർട്ടിക്കൊപ്പം നിർത്താനായിട്ട് ശ്രമം നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചറിയപ്പെടുകയും അങ്ങനെ ഹിന്ദു മൈൻഡുള്ളതായിട്ടുള്ള പാർട്ടിക്കകത്ത് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ അതിനെതിരെ പോരാട്ടം നടത്തിക്കൂടായില്ല. അത് സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ അവർ ഇത് വിട്ടുപോവുക എന്ന് പറയുന്നതായിരിക്കും അവസാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇന്നത്തെ രാഷ്ട്രീയത്തിന് പഴയകാല രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ചാലുകളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ലോകത്ത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു സംസ്ഥാനം എന്ന നിലക്കുള്ള ഒരു പ്രാധാന്യമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളത്തിന് കൊടുത്തിരുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ അധികാരത്തിൽ വന്നിരിക്കുന്ന ആ പാർട്ടി എന്തുകൊണ്ട് അധികാരത്തിൽ അന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആദർശം ഉണ്ടായിരുന്നു, ഒരു പ്രത്യയ ശാസ്ത്രം ഉണ്ടായിരുന്നു. അതിന് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ പറയുന്ന തരത്തിലുള്ള ഒരു സെപ്പറേറ്റിസം മതകേന്ദ്രീകൃതമായിട്ടുണ്ടായിരുന്നില്ല. പകരം തൊഴിലാളി വർഗവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പാർശ്വവൽക്കൃതമായിട്ടുള്ള ആളുകൾക്ക്, ദളിതർക്ക് ഒക്കെ
കൂടുതൽ സഹായം ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ളൊരു പാർട്ടി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാടാണ് അന്നുണ്ടായിരുന്നു. അങ്ങനെ കർഷക തൊഴിലാളികൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ പാർട്ടിയുടെ കൂടെ നിന്നിരുന്നു. കർഷകരുണ്ടായിരുന്നു, ചെത്തൊഴിലാളികളുണ്ടായിരുന്നു, കയർത്തൊഴിലാളികളുണ്ടായിരുന്നു, മണൽവാരി തൊഴിലാളികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലുമുള്ളതായിട്ടുള്ള തൊഴിലെടുക്കുന്ന ആളുകളുടെ വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞ പാർട്ടിക്ക് അന്നുണ്ടായിരുന്നു. അത് ആദർശ അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ടതുകൊണ്ട് ഉണ്ടായതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ അത് ക്രമേണ അധികാരത്തിലെത്തുകയും അത് ഒരു അധികാര പാർട്ടിയായിട്ട് മാറുകയും ചെയ്ത സമയത്ത് ഈ ആദർശങ്ങളിൽ പലതും പതുക്കെ വെള്ളം ചേർക്കപ്പെടുകയും കൊഴിഞ്ഞു പോകപ്പെടുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. അപ്പോൾ ഇന്ന് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധികാര പാർട്ടി എന്ന നിലക്കാണ്. അധികാര പാർട്ടിക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രീണനം ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവുകയും അവർക്കൊപ്പമാണ് എന്ന നിലക്ക് പല ഘട്ടങ്ങളിലും സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. അത് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിനോ അവരെ ഇതിൻ്റെ കൂടെ നിർത്തുന്നതിന് സഹായകരമാണ് എങ്കിൽ തന്നെ അതിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിവേചനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലപ്പോഴും വിമർശനാത്മകമായിട്ട് ഉയർത്തിയ ഒരു കാര്യം നമ്മൾ വാർത്തകളിൽ വായിച്ചിരുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ എത്ര പേർ ഈഴവരായിട്ടുള്ളവരുണ്ട് എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു കാലത്തും ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ഈഴവ കമ്മ്യൂണിറ്റിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിത്തറ. അല്ലേ, ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, മന്നത്ത് പത്മനാഭൻ്റെ കുപ്രസിദ്ധമായ ഒരു കോട്ടുണ്ടല്ലോ, ജനിച്ച ചോവരും പിഴച്ച നായരും നശിച്ച ക്രിസ്ത്യാനിയുമാണ് കമ്മ്യൂണിസ്റ്റ് ആവുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ നമ്മൾ CPM ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയായി നിൽക്കുമ്പോൾ പോലും ഒരു ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഹിന്ദുക്കളിൽ ആരെന്ന് നോക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയാണ് CPM-ൻ്റെ ഒരു ബേസ്. എന്ന് ഈഴവ കമ്മ്യൂണിറ്റി CPM-നെ വിടുന്നു, അന്ന് CPM-ൻ്റെ ആൾബലം കുറയും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുപ്പിച്ചൊക്കെ ഇപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായപ്പോൾ വലിയ തോതിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ശോഭയ്ക്ക് അനുകൂലമായി ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നു. അത് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ, ഇടതുപക്ഷത്തിൻ്റെതായ ഈഴവ വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാറുന്നു. ഇത് കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ കാണുന്നുണ്ട്, ആറ്റിങ്ങിൽ കാണുന്നുണ്ട്. എന്തിന് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇടതുപക്ഷ വോട്ടുകൾ പതുക്കെ ഇടതുപക്ഷത്തെ ഈഴവ വോട്ടുകൾ, അതാണ് CPM-ൻ്റെ ഹിന്ദു വോട്ടുകൾ. ബാക്കിയുള്ള ഈ നായർ വോട്ടുകളൊക്കെ എന്ന CPM-ന് വളരെ ഇപ്പോൾ നേതാക്കന്മാർ മാത്രമേ കാണുള്ളൂ, അത്രയേ ഉള്ളൂ. പാർട്ടിയിലുള്ള നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, അല്ല അണികളൊന്നും ഈഴവ ഒഴികെയുള്ള സമുദായത്തിൽ നിന്ന് CPM-ൽ ഇപ്പോഴും ഇല്ല. അപ്പോൾ ഈഴവ ബേസ്, അങ്ങ് പറഞ്ഞതുപോലെ ഈഴവ ബേസ് CPM-നെ കൈയൊഴിയുന്നു എന്നതിൻ്റെ പ്രകടമായ ഒരടയാളമായി ഈ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ കാണേണ്ടി വരും. അതൊരു മുന്നറിയിപ്പാണ് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ ഈ പാർട്ടിക്ക് പ്രവർത്തിച്ച് നിലനിൽക്കാനായിട്ട് കഴിയില്ല. ഒന്നിലേൽ വളരെ കൃത്യമായിട്ട് ഒരു മതേതര സ്വഭാവം പുലർത്തി എല്ലാ മതങ്ങളോടും തുല്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നെല്ലാവർക്കും ബോധ്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ വ്യത്യസ്തമായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള സഹാക്കൾ, ഇപ്പോൾ ഇഴവ സഹാക്കൾ എന്ന് പറയുന്നവർ അതിനോട് പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഓരോ സ്ഥലത്തും തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന സമയത്ത് അയാൾ ഈഴവനാണോ, ധീവരനാണോ, നായരാണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണെന്നോ നോക്കിയിട്ടല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് ശരിക്കും നിലനിൽക്കുന്നത്. ആ ട്രെൻഡിന് ശക്തി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് ആളുകൾ മാറിപ്പോകും. അങ്ങനെ ആളുകൾ മാറിപ്പോയാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈഴവരുടെ പാർട്ടിയല്ല എന്നുള്ള ഫീലിങ്ങിലേക്കാണ് അത് പോകുന്നതെങ്കിൽ അത് അവർക്ക് അപകടം ചെയ്യാനുള്ള സാധ്യത അങ്ങനെ പോകുന്നുണ്ടോ? അത് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ വരുന്നുണ്ടല്ലേ, സംഭാഷണങ്ങൾ ഉയർന്നു വരുന്നത് തന്നെ എൻ്റെ തുടക്കമാണ്. അപ്പോൾ പക്ഷേ ഈ മന്ത്രിസഭ തന്നെ നായർ മന്ത്രിസഭയാണ് എന്നത് വലിയ തരത്തിൽ വിമർശനം ഉയർന്ന ഒരു സാധനമായിരുന്നു. കാരണം ഇതിനകത്ത് 2 ഈഴവരാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈഴവരുടെ ഇടയ്ക്ക് അങ്ങനെയുള്ളൊരു ചർച്ച ഉണ്ടായി. ഈ ചർച്ചകളൊക്കെ വരുന്നത് അതിൻ്റെ കുഴപ്പങ്ങളിലേക്കുള്ള തുറവികളായി മാറുകയാണ് ചെയ്യുന്നത്. നല്ല സംഭവം. അത് ചർച്ച ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആളുകൾ മാറാനും പെരുമാറാനും. CPM-ന് ഒരു വലിയ ആത്മവിശ്വാസമുണ്ടോ? അതായത് ഞങ്ങൾ എത്ര മുസ്ലിം പ്രീണനം നടത്തിയാലും നമ്മുടെ പരമ്പരാഗത ഹിന്ദു വോട്ട് ബാങ്ക് നമ്മളെ വിട്ടു പോകത്തില്ല എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണോ ഇത് കാട്ടിക്കൂട്ടുന്നത്? അല്ല, മുസ്ലിം പ്രീണനം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും തങ്ങളെങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കുന്നുള്ളതാണ് അവരുടെ നേതൃത്വത്തിൻ്റെ ജീർണതയുടെ പ്രധാന ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചെയ്താലും ആളുകൾ എന്ത് ചെയ്യും?
തങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ആത്മവിശ്വാസം. അത് സൂചിപ്പിക്കുന്നത് ജീർണതയും തകർച്ചയും തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ടത്. അതായത് ഈ വിമർശനങ്ങൾ ഉയരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം വേണ്ടേ? അതാണ് ശരിയായ കാര്യം. എന്നിട്ട് തെറ്റാണെങ്കിൽ അത് തള്ളിക്കളയുക, ഒരു കുഴപ്പമില്ല. ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തും. ഇതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു അഹങ്കാരത്തിലും ആത്മവിശ്വാസത്തിലും അത് എന്താണ് ആടി നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തോന്നുന്നത്. അല്ല, അപ്പൊ അങ്ങനെ ഒരു വീഴ്ച CPM-ൽ തുടങ്ങിയിട്ടുണ്ടോ? CPM അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴയിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നും അതല്ലേ? ശരി, ആലപ്പുഴയിൽ നമുക്ക് ജി സുധാകരനെ പോലെയുള്ളതായിട്ടുള്ള നേതാക്കളെ ഒക്കെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ചില മുസ്ലിം നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരികയും അത് വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള വിവേചനത്തിന് ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട സജി ചെറിയനൊക്കെ അതിനകത്ത് വലിയ പങ്കാളിയായി മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജാതി കളിച്ച് നേടുന്നതെല്ലാം ജാതി കൊണ്ട് തന്നെ തൊലഞ്ഞു പോകും എന്നാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ എപ്പോഴും മനസ്സിലാക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ജാതി അതെല്ലാ പാർട്ടികൾക്കും അതൊക്കെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജാതിയുടെ കൂടെ നിന്നതുകൊണ്ട് ഇവിടെ ഭരണം നിലനിർത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. മാത്രമല്ല അങ്ങനെ ജാതി അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരല്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ. അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാൽ മാത്രമാണ് അപകടം ഉണ്ടാകും. നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പുരോഗമനപരമായിട്ടുള്ള മനസ്സെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിക്കാതിരുന്നിരുന്ന ഒരു മനസ്സായിരുന്നു. അല്ല, CPM-കാരുടെ മനസ്സൊന്നുമല്ല. അല്ല, CPM-കാരുടെ മാത്രം മനസ്സല്ല. കേരളത്തിന്റെ അവർ പറയുന്നത് അവരുടെ മനസ്സാണ് കേരളത്തിൽ മുഴുവൻ. അത് നിർമ്മിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് വലുതായിരുന്നു പണ്ട്, ഇപ്പോഴത്തെ കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഈ നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായിരുന്ന സമരങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളൊക്കെ അതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേരളത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള മനസ്സ് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞത്. അതിൽ BJP-കാരനടക്കമുള്ള ആളുകളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക മനസ്സുമായിട്ട് ഉത്തരേന്ത്യയിലെ BJP-കാരനെ പോലെയല്ല കേരളത്തിലെ BJP-കാരും പ്രവർത്തിക്കുകയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് കേരളത്തെക്കുറിച്ച് എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശമാണ്. ആ സന്ദേശമാണ് കേരളത്തിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. അത് ഇന്നയാളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞതിൽ കഥ. അതെ, കേരളത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കേരളത്തിൻ്റെ മനസ്സ് ഈ പറഞ്ഞതുപോലെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ഇടതുപക്ഷമല്ല വേണ്ടി പെടുത്തിയത്. ഇടതുപക്ഷം ആലോചിക്കുന്ന ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നുണ്ട്, ഞങ്ങൾ ക്ഷേത്രപ്രവേശനം നേടിക്കൊടുത്തു, ഞങ്ങൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു, ഞങ്ങൾ മാറുമറയ്ക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. ഇതൊക്കെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവികൊള്ളുന്നതിന് മുമ്പേ നടന്ന സമരങ്ങളെ പോലും തങ്ങളുടേതാക്കി മാറ്റി ഇടതുപക്ഷ മനസ്സാണെന്ന് പറയുന്ന ഒരു ശുംഭത്വമുണ്ട്. അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മനസ്സിന് ഉത്തരേന്ത്യൻ മനസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രൂപഭാവങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന അത്തരം സമരങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അതിന്റെ വക്താവ് എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ. കേരളത്തെ ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ്. അതിന്റെ പിന്നാലെ അയ്യങ്കാളിക്ക് പങ്കുണ്ട്, അതേപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പിനൊക്കെ പങ്കുണ്ട്. അത് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക രൂപപ്പെടലായിരുന്നു. അതിന്റെ തുടർച്ചയിൽ അവരുടെ സംഭാവനകളെയൊക്കെ CPM CPM-ൻ്റെതാക്കി മാറ്റുകയാണ്. അല്ല, അത് ഇന്നത്തെ കാലത്തെ ആളുകൾ പറഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അതിനെ തുടർന്ന് വന്ന പല സമരങ്ങളും പുന്നപ്രവയലാർ മാത്രമല്ല, കേരളത്തിൽ നടന്ന ഒത്തിരി സമരങ്ങളുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 30 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 39-ന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടതിന് ശേഷം 50 വരെ നടന്നതായിട്ടുള്ള കുറേ കലാപങ്ങളുണ്ട്. ആ കലാപങ്ങൾ കേരളത്തിൻ്റെ മനസ്സിനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പാകപ്പെടുത്തിയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പങ്കുണ്ടായിരുന്നുള്ളത് ശരിയാണ്. അതങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഓരോ പങ്കും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ മാത്രമാണ്. അതല്ലാതെ എല്ലാം ഞങ്ങളാണ് എന്ന് പറയുന്നത് ആർക്കും ശരിയായ കാര്യങ്ങളല്ല. അല്ല, എൻ്റെ ഒരു സംശയം, നമ്മൾ തുടങ്ങി വെച്ച സംശയത്തിലേക്ക് വരികയാണ്. ചുവപ്പ് കാവ്യാകുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോഴും ഇന്നിപ്പോൾ BJP പ്രവർത്തകരായി മാറുന്ന ആളുകൾ ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കോൺഗ്രസ്സുകാർ BJP ആയത് കേരളത്തിൽ കുറവാണ്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പാർട്ടി അതേപോലെ BJP ആവുക. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ BJP-യിലേക്ക് പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അത് പല ഘട്ടങ്ങളിലും നമ്മൾ പരിശോധിച്ച സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്
BJPയുടെയും അതേപോലെ തന്നെ CPMൻ്റെയും കേഡർ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സമാന രീതിയിലുള്ള. 2, CPMമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. CPM നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ആൾ അല്ലെങ്കിൽ CPM പുറത്താക്കുന്ന ആളുകൾ, അവർക്ക് സംരക്ഷണം കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അവരെ സംരക്ഷിക്കാനായിട്ടുള്ള കരുത്ത് എപ്പോഴും കാണിച്ചിട്ടുള്ളത് BJP RSS ഒക്കെയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളാണ്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പിണങ്ങി പോവുകയോ ഇതിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ പല ഘട്ടങ്ങളിലും ഇതുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് അവരുടെ സഹായം തേടുകയും പിന്നീട് അവരായി മാറിത്തീരുകയും ചെയ്യുന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു വശം. അത് വ്യക്തികളുടെ പ്രശ്നമാണ്. അത് വ്യക്തികളുടെ പ്രശ്നം. വലിയ തോതിൽ ലാർജ് സ്കെയിലിൽ അല്ല, ലാർജ് സ്കെയിലിൽ അങ്ങനത്തെ ഒരു പോക്ക് നമ്മളിപ്പോൾ കണ്ടിട്ടില്ല. പോക്കല്ല, വോട്ട് ഷിഫ്റ്റിംഗ്. വോട്ട് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞല്ലേ, ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു ഭരണം എന്ന് പറയുന്നത് വളരെ വലിയ അഹങ്കാരത്തിൻ്റെ ഒരു ഭരണമായി മാറിക്കഴിയുമ്പോൾ അവരോട് തന്നെ പറഞ്ഞൊക്കെ നോക്കും, ഒരു രക്ഷയിലേക്ക് പിന്നെ എന്ത് ചെയ്യും, അടിക്കാൻ തീരുമാനിക്കും, പണിയും കൊടുക്കാൻ നോക്കും. അങ്ങനെ അടിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഷോക്കിംഗ്, അത് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് ശരിക്കും. അല്ല, നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനേക്കാൾ കൂടുതൽ, അല്ല ഇവിടെ കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ BJP ആകാൻ ഇനിയും സാധ്യത CPMകാരായിരിക്കുമോ? കാരണം ഇടതുപക്ഷ പാർട്ടിയിലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ CPMലെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളാണെന്നിരിക്കെ ആ ഹിന്ദുക്കൾ അവഗണിക്കപ്പെടുന്നു, ഇതര മതവിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, നിരന്തരം അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് കാണിച്ചാലും അവരെ പിന്തുണയ്ക്കുന്നു എന്ന് വരുന്നത് കൊണ്ട് ഈ CPMൻ്റെ ബേസായ ഹിന്ദു വോട്ടർമാർ, ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ CPMനോട് വിട പറഞ്ഞു തുടങ്ങുകയാണ്. അല്ല, ഇത് പല ഘട്ടങ്ങളിലും ഇങ്ങനത്തെ സാധ്യതകളുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ CPMന്റെ നേതൃത്വത്തിൽ നിന്ന് പലയിടങ്ങളിലും BJP പ്രബലമല്ല. പ്രബലം അല്ലെങ്കിലും ഇവരെങ്ങനെ 3ാം ടൈമിൽ മോദി വരാൻ പോവാ. അതെ, അപ്പോ BJP പഴയ ഒരു BJP അല്ല. അത് ശരി. ഞാൻ പറയട്ടെ, നേരത്തെ ഇത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ സമയത്തൊക്കെ അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ ഇപ്പുറത്ത് കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവരുടെ പല ഇടപെടലുകളും അങ്ങനെ മനസ്സിലായി. നേരത്തെ അത് ചെയ്തിരുന്നത് അതുകൊണ്ടായിരുന്നു. അതൊരു ബാലൻസ്. അത്ഭുതമാണ്. സമസ്ത നേതാക്കന്മാര് കേരളത്തിലെ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിനോട് നിർദ്ദേശിക്കുകയാണ്, മിക്സഡ് സ്കൂളുകൾ പാടില്ല, ഒരു കളക്ടർ, ആലപ്പുഴ കളക്ടറെ മാറ്റണം. ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെയൊക്കെ ഇവർ പറയുകയും അതൊക്കെ ഇവർ കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇവർ അടിച്ച ആളെ താഴെയിടാൻ പോകണം. മനസ്സിലായത്? അങ്ങനെയാണ് ഇവർക്ക് അടി കിട്ടുന്നത്. അതായത് CPMന് എങ്ങനെയാണ് അടി കിട്ടി ഭരണത്തിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉള്ള പ്രീണനങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് ആളുകൾക്ക് കൃത്യമായിട്ട് ഉറപ്പുവരുന്ന സമയത്താണ്. അല്ല, ഒന്നെങ്കിൽ ഞങ്ങളൊരു മതേതര പാർട്ടിയാണ്, CPM സമ്മതിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബേസ് ഹിന്ദുക്കളാണ് എന്ന് സമ്മതിക്കണം. ഈ 2 ഓപ്ഷനല്ലേ CPMനുള്ളൂ? അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതേതര രാഷ്ട്രീയം തന്നെയാണ്. അത് മാത്രം ഉയർത്തിപ്പിടിക്കാനുള്ളൂ. മറ്റെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു പ്രസക്തിയില്ല. അവർ തീർച്ചയായിട്ടും അപകടത്തിലാവുകയും അത് പൊളിഞ്ഞ് പാളിസാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുള്ളൂ. അല്ല, അത് മതേതരത്വം പറയുമ്പോഴും മുമ്പ് ഓർക്കണം, ശ്രീരാമന്റെ പേരെടുത്തവരാണോ ഈ BJPക്കാർ എന്നൊക്കെ ചോദിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പശു അമ്മയാണെങ്കിൽ കാള അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അത്രയും അതിവിപ്ലവം കാണിച്ചിട്ട് അക്കൂട്ടത്തിലും ഹിന്ദുവിൻ്റെ വെക്കിട്ട് കയറുമായിരുന്നു. പശു അമ്മയാണെങ്കിൽ പശുവിനെ അമ്മയെ കരുതട്ടെ, എങ്കിൽ കാളയാണോ നിൻ്റെയൊക്കെ അച്ഛൻ എന്ന് VS അച്യുതാനന്ദനാണ് ചോദിച്ചത്. അപ്പോൾ അതിനകത്തും ഈ പാർട്ടിക്കകത്തുള്ള സഖാക്കൾക്ക് കൊള്ളും ഈ കുത്ത്, അല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെ കൃത്യമായി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയാൽ പാർട്ടികൾ പരാജയപ്പെട്ടു പോകും. നിലവിളിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഇതൊരു ബാലൻസിങ് പ്രോസസ്സാണ്. സമൂഹമാണ് വ്യത്യസ്തമായിട്ടുള്ള CPMന്റെ കൂടാരത്തിൽ നിന്ന് ആ നിലവിളി കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ നിലവിളിയുടെ വേഗവും 4-ാം തീയതിക്ക് ശേഷം കൂടുമായിരിക്കും. അല്ല, അത് ഞാൻ പറയുന്നത് ബാലൻസിങ് നടത്താൻ കഴിയാതെ വരുന്നൊരു പരാജയപ്പെട്ട് നമ്മളെ കൊണ്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. നമ്മളെന്തിനു നിലവിളിക്കും? മനസ്സിലായി? അല്ല, ഞാൻ പറയും നമ്മൾ മാത്രമല്ല, സമൂഹത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. ഇടതുപക്ഷ നിരീക്ഷകൻ അങ്ങോട്ടുള്ള എൻ്റെ അവസാനത്തെ ഈ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. അതായത് CPM ഇങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ പോകുന്നു. അങ്ങ് തന്നെ പറഞ്ഞ പോലെ CPIM എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് അല്ല, മുസ്ലിമാണെന്ന് വരെ ആളുകൾ പറയുന്ന ഒരു കാലാവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ ഇപ്പോൾ CPMലേക്ക് വരുന്ന മുസ്ലിങ്ങൾ അവർ പാർട്ടിയോടുള്ള കൂറുകൊണ്ടോ പ്രത്യയശാസ്ത്രപരമായ അടുപ്പം കൊണ്ടോ CPMൽ നിൽക്കാൻ ഉദ്ദേശിച്ച് വരുന്നവരാണോ? അല്ലല്ല, അങ്ങനെ ആവില്ലല്ലോ ഒരിക്കലും. അങ്ങനെയാണല്ലോ ഈ കുഴപ്പങ്ങളുണ്ടാകുന്നത്. പഴയ കാലത്തിൻ്റെ അകത്തേക്ക് വരുന്നത് ഒരു അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല. നമ്മൾ ഈ പാർട്ടി എപ്പോഴും താരതമ്യം ചെയ്യുന്ന ഒരു പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ന നിലക്ക് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ.
കാരണം അന്നാണിത് അടിയുറച്ചത്, അന്നാണത് വലുതായത്, അന്നാണ് ഇതിന് അധികാരം കിട്ടിയത്. ആ സമയത്ത് അത് മുന്നോട്ട് വെച്ചിരുന്നതായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ആ വാല്യൂ സിസ്റ്റം അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്ത്. ആ നഷ്ടപ്പെടുത്തൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, ആലപ്പുഴയിൽ മയക്കുമരുന്ന് കേസിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ പിടിച്ചു. അദ്ദേഹത്തെ പിടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ചാനലിന് മുന്നിൽ പറയുന്നത്, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമാണ്, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ്. ഞാൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്, ഞാനത് ചെയ്യില്ല എന്നല്ല പറഞ്ഞത്. 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയാണ്, ഞാൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ബംഗാളിലെ ഞാൻ ആദ്യം ഒരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞത് ഒരു മാർക്സിസ്റ്റ് ഓർമ്മയുണ്ട, അതിൻ്റെ ഒരു പ്രതിധ്വനി പോലെ അതിനെ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അപകടമാണ്. അങ്ങനെ ഇസ്ലാമൈസേഷൻ അതിവേഗം നടന്നുകൊണ്ടിരിക്കുക, അത് അപകടമാണ്. അതാണ് എനിക്കതിനകത്ത് ഒരു നിരീക്ഷണം നടത്താനായിട്ടുള്ളൊരു ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യം. ഇപ്പം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, ഒരുപാട് ആളുകൾ പുതിയ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളായി ഭാവിച്ചു വരുന്നത്. അവരുടെ ലക്ഷ്യം പാർട്ടി പിടിക്കലാണ്. അല്ല, അവരിപ്പോൾ ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു ആദർശമുള്ളത് കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അത് ഒരിക്കൽ പോലും നമുക്ക് ഇസ്ലാമൈസേഷനായിട്ട് ബന്ധപ്പെടുത്തി CPM-ലേക്ക് വലിയ തോതിൽ വളരെ പെട്ടെന്ന് വരുന്ന മുസ്ലിം വിഭാഗമുണ്ട്. കുറേയേറെ ആൾ എല്ലായിടത്തും വരുന്നുണ്ട്. എവിടെ പോയാലും CPM എന്ന് പറയുന്ന മുസ്ലിമുകളുടെ എണ്ണം കൂടിയാണ്. അവരുടെ ലക്ഷ്യം ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ഐക്യപ്പെടൽ. അവർക്ക് ഈ പറഞ്ഞ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് പ്രത്യേകിച്ച് സംരക്ഷണം കിട്ടുക, ഭരിക്കുന്നൊരു പാർട്ടി, ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടിയുടെ ഭാരവാഹികൾ കൂടിയാവുകയാണ്. ഇത് മാറുകയാണ്. ഇത് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കും, അവരുണ്ടാവും അതിൻ്റെ പാർട്ടി അവർ പിടിച്ചോണ്ട് പോകും. അതുണ്ടാവില്ല, അവരുണ്ടാവില്ല, പാർട്ടി ഉണ്ടാവില്ല. അവർക്ക് പാർട്ടിയെ പിടിക്കാൻ പറ്റില്ലേ? രണ്ടും സംഭവിക്കില്ല. കാരണം പാർട്ടി പിടിക്കുന്നതിന് അവർ മാത്രമായി കഴിഞ്ഞാൽ അവർ മാത്രമല്ല ഉണ്ടാവും, വേറെ ആൾക്കാർ നിന്ന് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഭാഷ കാര്യം പറഞ്ഞു, ഇവർ വന്ന് കൂട്ടത്തോടെ നിന്നാൽ വേറെ ആളുകൾ നിന്ന് കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വിട്ടുപോകും ഉറപ്പായിട്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഇവർക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതൊരു വലിയ സംഭവമല്ല, വളരെ ശുഷ്കമായി പോകും. മനസ്സിലായി? അപ്പൊ പിന്നെ അതിനൊരു പ്രസക്തി ഉണ്ടാവില്ല. കേരളത്തിൽ ആ പ്രക്രിയ ആരംഭിച്ചു തുടങ്ങി. അത് നോക്കാം. അതിന് ശേഷം നമുക്ക് ചുവപ്പ് കാവിയാവുന്ന പ്രക്രിയ ആരംഭിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് 4-ന് ശേഷമായിരിക്കും. അതെ.